TCP/IP പ്രോട്ടോക്കോളിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് 4 ലെയറുകൾ ഉണ്ടാവുമെന്ന് പഠിച്ചു. 4 ലെയറുകൾ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ലെയർ, അല്ലെങ്കിൽ ഹോസ്റ്റ് നെറ്റ്വർക്ക് ലെയർ, ഇൻ്റർനെറ്റ് ട്രാൻസ്പോർട്ട് ലെയർ, ആപ്ലിക്കേഷൻ ലെയർ, ഇങ്ങനെ പറയും. ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ലെയർ എന്ന് പറയും. രണ്ടിൻ്റെയും പേര് ഇതാണ്. അപ്പം ഇതിൻ്റെ 4 ലെയറിൻ്റെയും ഫങ്ഷനാലിറ്റി, അത് TCP/IP എക്സ്പ്ലെയിൻ അബൌട്ട് TCP/IP പ്രോട്ടോക്കോൾ എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ 4 ലെയറിൻ്റെയും കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. അതിൽ ഫിസിക്കൽ ലെയർ അല്ലെങ്കിൽ ഡാറ്റ ലിങ്ക് ലെയർ, ഫിസിക്കൽ ലെയർ ആൻഡ് ഡാറ്റ ലിങ്ക് ലെയർ അത് കമ്പൈൻഡ് ആയിട്ടാണ്. അതിന് നമുക്ക് ഈ പറയുന്ന നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ലെയർ അല്ലെങ്കിൽ ഹോസ്റ്റ് നെറ്റ്വർക്ക് ലെയർ എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിൽ നെറ്റ്വർക്ക് ലെയർ ഉണ്ടാവും. അതിൻ്റെ അതിൽ പ്രോട്ടോക്കോൾസ് ഇത്രയും പ്രോട്ടോക്കോൾസുകളൊക്കെ ഉണ്ടാവും. അത് കഴിയുമ്പോൾ ട്രാൻസ്പോർട്ട് ലെയർ ഉണ്ട്. ട്രാൻസ്പോർട്ട് ലെയറിലും മെയിനായിട്ട് 2 പ്രോട്ടോക്കോൾ വരും. പിന്നെ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു മിക്സറായിട്ട് ഇത് മൂന്നാമത്തെ ഒരു ടൈപ്പ് പ്രോട്ടോക്കോൾ വരും. അതിൻ്റെ മുകളിൽ ആപ്ലിക്കേഷൻ ലെയർ വരും. ഇത്രയാണ് TCP/IPയിലുള്ളത്. ഇനി അത് കഴിഞ്ഞുള്ളത് TCP/IPയിലുള്ള അഡ്രസ്സിങ്ങിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഫിസിക്കൽ അഡ്രസ്, ലോജിക്കൽ അഡ്രസ്സൊക്കെ ഉണ്ടാവും. അത് ഫിസിക്കൽ അഡ്രസ്, ലോജിക്കൽ അഡ്രസ്, പോർട്ട് അഡ്രസ്സൊക്കെ ഉണ്ടാവും. ഫിസിക്കൽ അഡ്രസ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത് ആക്ച്വലി MAC അഡ്രസ്സ് എന്ന് പറയുന്ന സാധനമാണ്. അത് 6 ബൈറ്റാണ്, 48 ബിറ്റിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അതാണ് MAC അഡ്രസ്സ് എന്ന് പറഞ്ഞ് ഹെക്സാഡെസിമൽ വാല്യൂസ് ആയിട്ടായിരിക്കും അതിൻ്റെ വാല്യൂസ് കൊടുക്കുന്നത്. പിന്നെ ഉള്ളത് ലോജിക്കൽ അല്ലെങ്കിൽ IP അഡ്രസ്സാണ്. ഈ ഫിസിക്കൽ അല്ലെങ്കിൽ ലിങ്ക് അഡ്രസ്സ് എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ഫിസിക്കൽ ലെയറിലും ഡാറ്റ ലിങ്ക് ലെയറിലുമാണ് അത് യൂസ് ചെയ്യുന്നത്. ലോജിക്കൽ അഡ്രസ്സ് സാധാരണ യൂസ് ചെയ്യുന്നത് നെറ്റ്വർക്ക് ലെയറിലാണ് യൂസ് ചെയ്യുന്നത്. പോർട്ട് അഡ്രസ്സ് എന്ന് പറയുന്നത് അതിൻ്റെ മുകളിലേക്ക്, നെറ്റ്വർക്ക് ലെയറിന് മുകളിലോട്ടുള്ള ലെയറുകളിലായിരിക്കും പോർട്ട് അഡ്രസ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ ഫിസിക്കൽ അഡ്രസ്സ് ഇതിങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഇതല്ല, ലോജിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ലെയറിലാണ്. പോർട്ട് അഡ്രസ്സ് ട്രാൻസ്പോർട്ട് ലെയറിലും അതിൻ്റെ മുകളിലോട്ടുള്ള ലെയറുകളിലൊക്കെ ഉപയോഗിക്കും. സ്പെസിഫിക് അഡ്രസ്സ് എന്ന് പറയുന്നത് ഇമെയിൽ അഡ്രസ്സ് പോലുള്ള സാധനങ്ങളാണ്. അത് ആപ്ലിക്കേഷൻ ലെയറിലാണ്. അപ്പോൾ ഇതിലെ ഫിസിക്കലും ലോജിക്കലും നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഡൗട്ടൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പാക്കറ്റ് ഡാറ്റ ട്രാൻസ്ഫർ നടക്കുമ്പോഴത്തേക്കും ഇതിൽ ലോജിക്കൽ അഡ്രസ്സിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഫിസിക്കൽ അഡ്രസ്സിൽ അടുത്ത ഏത് ഡിവൈസിലേക്ക് പോകണം എന്നതിനെ ബേസ് ചെയ്ത് ഫിസിക്കൽ അഡ്രസ്സിൽ ഡിഫറൻസ് ഉണ്ടാവും. ഫിസിക്കൽ അഡ്രസ്സ് മാറി മാറി വന്നുകൊണ്ടിരിക്കും. അപ്പം അതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസൊക്കെ നമ്മൾ കണ്ടു. MAC അഡ്രസ്സിൻ്റെ എക്സാമ്പിൾ കണ്ടു. ഇതെല്ലാം ക്ലിയർ ആയിട്ട് പഠിക്കേണ്ടതാണ്. എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ, വീഡിയോ കണ്ടിട്ട്. ലോജിക്കൽ അഡ്രസ്സ് 32 ബിറ്റാണ്. IP അഡ്രസ്സ് എന്ന് പറയുന്ന സാധനമാണ്. അടുത്തത് നമ്മുടെ ടോപ്പിക്ക് വരുന്ന പോർട്ട് അഡ്രസ്സ്. ഇറ്റ് ഈസ് നെസസറി. പോർട്ട് അഡ്രസ്സ് ഞാൻ പറഞ്ഞു നമ്മുടെ. അപ്പം ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്കലി നമ്മുടെ നെറ്റ്വർക്കിലെ നമ്മുടെ ഡിവൈസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതൊരിക്കലും മാറാത്തൊരു അഡ്രസ്സാണ്. IP അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അതൊരു ലോജിക്കൽ അഡ്രസ്സാണ്. 32 ബിറ്റ് അഡ്രസ്സാണ്. അത് യൂണിവേഴ്സലാണ്. അതൊരു ഇപ്പം നമ്മുടെ സാധാരണഗതിയിൽ അത് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത്, നമ്മളൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ എടുക്കുമ്പോൾ പുതിയൊരു IP അഡ്രസ്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. ആ IP അഡ്രസ്സിലേക്ക് പല ഡിവൈസുകളെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഡിവൈസുകളെ ഓരോന്നിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് MAC അഡ്രസ്സ് ഉപയോഗിക്കുന്നത്. ഇനി പോർട്ട് അഡ്രസ്സ് ഉപയോഗിക്കുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൽ എത്തുന്ന ഡാറ്റേനെ പ്രോപ്പറായിട്ടുള്ള ആപ്ലിക്കേഷനിൽ, അതായത് ഫേസ്ബുക്കിലാണെങ്കിൽ ഫേസ്ബുക്കിൽ, അല്ലെങ്കിൽ വാട്സാപ്പിലാണെങ്കിൽ വാട്സാപ്പിൽ, അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിലാണെങ്കിൽ ഗൂഗിൾ മീറ്റിൽ, അതിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ആ ആപ്ലിക്കേഷനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോർട്ട് അഡ്രസ്സ് ഉപയോഗിക്കുന്നത്. ഇത് ട്രാൻസ്പോർട്ട് ലെയറിലാണ് വരുന്നത്. ഇറ്റ് ഈസ് നെസസറി ഫോർ ദ റിസീവർ ഡിവൈസ് that runs multiple programs to receive data simultaneously. ഇത് ഒന്നിൽ കൂടുതൽ ആപ്ലിക്കേഷൻ, നിങ്ങളുടെ മൊബൈലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മൊബൈലിൽ പല ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. ആ പല ആപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ടാണ് പോർട്ട് അഡ്രസ്സിൻ്റെ ആവശ്യം വരുന്നത്. അതിലേത് ആപ്ലിക്കേഷനിലേക്ക് ഡാറ്റ കൊടുക്കണമെന്ന് തീരുമാനിക്കാൻ. In this TCP/IP architecture, the label assigned to the process is called port address. അതായത് ഓരോന്ന് ഫേസ്ബുക്കിന് ഒരു പോർട്ട് അഡ്രസ്സ് ആയിരിക്കും, വാട്സാപ്പിന് വേറൊരു പോർട്ടായിരിക്കും, അങ്ങനെയായിരിക്കും. പോർട്ട് അഡ്രസ്സ് സാധാരണ 16 ബിറ്റിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 16 ബിറ്റിൽ റെപ്രസെൻറ്റ് ചെയ്താൽ 216 പോർട്ട്സ് പറ്റും. അപ്പോൾ 216 പോർട്ട്സ് പറ്റുമെന്ന് പറഞ്ഞാൽ 216 ആപ്പുകൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 216 ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അത്ര പോർട്ട് അഡ്രസ്സ് ഉണ്ടാവും. 2032 അങ്ങനെയൊക്കെ ആയിരിക്കും പോർട്ട് അഡ്രസ്സ് വരുന്നത്. പോർട്ട് അഡ്രസ്സ്
ഇതിപ്പം ഈ കേസിൽ ABC എന്ന് പറഞ്ഞേക്കുന്നതാണ്. ആൽഫബറ്റായിട്ട് കൊടുത്തേക്കുന്നത് ഇത് പറയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തേക്കുന്നത്. അത് ആക്ച്വലി വരുന്നത് 16 ബിറ്റ് നമ്പറായിട്ടായിരിക്കും, ഹെക്സാഡെസിമൽ നമ്പറൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. ഇപ്പം ഈ സ്ക്രീൻ കാണാമല്ലോ അല്ലേ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പം ABC എന്ന് പറയുന്നത് നമ്മുടെ സെൻറ്റർ എന്ന് പറയുന്ന സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന 3 ആപ്ലിക്കേഷനാണ്. 3ൻ്റെയും പോർട്ട് അഡ്രസ്സാണ്. ആദ്യത്തേൻ്റെ പോർട്ട് അഡ്രസ്സ് A, രണ്ടാമത്തേൻ്റെ പോർട്ട് അഡ്രസ്സ് B, മൂന്നാമത്തേൻ്റെ പോർട്ട് അഡ്രസ്സ് C. ഇത് മൂന്നും ഒരു സെൻറ്ററിൽ ഇത് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഇപ്പോൾ A എന്ന് പറയുന്ന പോർട്ടിൽ നിന്ന് J എന്ന് പറയുന്ന നമ്മുടെ റിസീവറിലെ J എന്ന് പറയുന്ന പോർട്ടിലേക്കാണ്. അപ്പോൾ ഇത് ചിലപ്പം നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ഫേസ്ബുക്ക് എന്ന് പറയുന്ന ആപ്പായിരിക്കും. ഇത് അടുത്ത ആളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ഫേസ്ബുക്ക് എന്ന് പറയുന്ന ആപ്പായിരിക്കും. അപ്പോൾ അത് രണ്ടും അവിടുന്ന് കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ട് വേണം നടക്കാൻ. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഡാറ്റ ആഡ് ചെയ്തു, ആപ്ലിക്കേഷൻ ലെയർ വെച്ച് ഡാറ്റ കിട്ടി. ട്രാൻസ്പോർട്ട് ലെയർ വരുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൻറ്ററിൻ്റെയും റിസീവറിൻ്റെയും പോർട്ട് അഡ്രസ്സ് Aയിൽ നിന്നാണ് സെൻഡ് ചെയ്യുന്നത്, റിസീവ് ചെയ്യുന്നത് J എന്ന് പറയുന്ന പോർട്ടിലാണ്. അത് ആഡ് ചെയ്തു. അത് കഴിഞ്ഞത് നെറ്റ്വർക്ക് ലെയറിലേക്ക് പാസ് ചെയ്തു. നെറ്റ്വർക്ക് ലെയറിലേക്ക് പാസ് ചെയ്തപ്പം ഈ കിട്ടിയ ഡാറ്റയുടെ പുറത്ത്, അതായത് പോർട്ട് അഡ്രസ്സും ഒക്കെ സെൻറ്ററിൻ്റെയും റിസീവറിൻ്റെയും പോർട്ട് അഡ്രസ്സ് ഉൾപ്പെടെയുള്ള ഡാറ്റയുടെ പുറത്തേക്ക് നമ്മൾ ഇത് ആഡ് ചെയ്തു. അടുത്ത ലോജിക്കൽ അഡ്രസ്സ് ആഡ് ചെയ്തു. നെറ്റ്വർക്ക് ലെയറിൽ ആഡ് ചെയ്യുന്നത് ലോജിക്കൽ അഡ്രസ്സാണ്. ലോജിക്കൽ അഡ്രസ്സ് ആഡ് ചെയ്തു. IP അഡ്രസ്സ് എന്ന് പറയുന്ന സാധനമാണ് ആഡ് ചെയ്യുന്നത്. അത് ആഡ് ചെയ്തു. അതിനുശേഷം ഡാറ്റ ലിങ്ക് ലെയറിൽ വന്നപ്പോൾ ഡാറ്റ ലിങ്ക് ലെയറിൽ വെച്ച് അഡീഷണലി പിന്നെയും ഡാറ്റ ആഡ് ചെയ്യും, അഡ്രസ്സ് ആഡ് ചെയ്യും. അതെന്ന് പറയുന്നത് ഫിസിക്കൽ അഡ്രസ്സ് ആയിരിക്കും ആഡ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് പോർട്ട് അഡ്രസ്സിൻ്റെ വർക്കിംഗ് പോകുന്നത്. ഇപ്പോൾ ഈ ഫിഗർ വീഡിയോ കാണുമ്പോൾ ഒന്ന് പോസ് ചെയ്തിട്ട് വരച്ചെടുക്കുക. ഇനി അടുത്ത പോർട്ട് അഡ്രസ്സ് 16 ബിറ്റ് അഡ്രസ് റെപ്രസെൻറ്റഡ് ബൈ എ ഡെസിമൽ നമ്പർ 753 അങ്ങനെയൊക്കെ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 2032 അങ്ങനെയുള്ള പോർട്ടുകളൊക്കെ ഉണ്ടാവും. നിങ്ങൾ ജാവയൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ജാവ റൺ ചെയ്യേണ്ട പോർട്ട് ഏതാണെന്ന് JVM ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ചോദിക്കും. ആ പോർട്ട് നമ്പറൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ DBMSൻ്റെ ഡാറ്റാബേസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ DBMSൻ്റെ പോർട്ട് സെലക്ട് ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ ആ പോർട്ട് കൊടുക്കും. എന്ന് പറഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ ആ പോർട്ട് നമ്പറിലായിരിക്കും റൺ ചെയ്യുന്നത്. നമ്മൾ വെബ് പ്രോഗ്രാമിങ്ങിൻ്റെ ലാമ്പ് സെർവറൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഡാറ്റാബേസിൻ്റെ പോർട്ട് ബൈ ഡീഫോൾട്ടായിട്ട് അവർ എടുക്കുന്നുണ്ടാവും. അത് വേണമെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആ പോർട്ട് നമ്പർ വെച്ചായിരിക്കും അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഫിസിക്കൽ അഡ്രസ് ചേഞ്ചസ് ഫ്രം ഹോപ്പ് ടു ഹോപ്പ്, ബട്ട് ലോജിക്കൽ അഡ്രസ് ആൻഡ് പോർട്ട് അഡ്രസ് യൂഷ്വലി റിമെയിൻ ദ സെയിം. ലോജിക്കൽ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ആ ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോജിക്കൽ അല്ലെങ്കിൽ IP അഡ്രസ്സ് ഉപയോഗിക്കുന്നത്. അതിനകത്തെ ഏത് പോർട്ടിലേക്കാണ് കമ്മ്യൂണിക്കേഷൻ, ഏത് ആപ്ലിക്കേഷനിലേക്കാണ് ഡാറ്റ കൊടുക്കേണ്ടതെന്നുള്ളതാണ് പോർട്ട് അഡ്രസ്സിൽ വരുന്നത്. അപ്പോൾ ഈ ലോജിക്കൽ അഡ്രസ്സും പോർട്ട് അഡ്രസ്സും വ്യത്യാസം വരില്ല. പക്ഷേ ഫിസിക്കൽ അഡ്രസ്സ് ചേഞ്ച് ചെയ്യും. ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരു റൗട്ടറിൽ നിന്ന് അടുത്ത റൗട്ടറിലേക്ക് പോകും. അതായത് ലോജിക്കൽ അഡ്രസ്സ് വെച്ചിട്ട് അവൻ കണ്ടുപിടിക്കും. ലോജിക്കൽ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തിരുവനന്തപുരത്തെ ഒരു അഡ്രസ്സ് ആണെങ്കിൽ ആലപ്പുഴ ചെല്ലുമ്പോൾ അവൻ തീരുമാനിക്കും ആലപ്പുഴയിൽ നിന്ന് അടുത്തതിന് ഇതിനെ എങ്ങോട്ട് വിടണമെന്ന് തീരുമാനിക്കും. അപ്പോൾ ചിലപ്പോൾ കൊല്ലത്തിനായിരിക്കും വിടുന്നത്. അല്ലെങ്കിൽ വൈറ്റിൽ എത്തുമ്പം ഒന്നെങ്കിൽ എങ്ങോട്ട് വിടാം, ആലപ്പുഴയ്ക്ക് വിടാം, അല്ലെങ്കിൽ കോട്ടയത്തിന് വിടാം. അപ്പോൾ അതിനനുസരിച്ച് ആലപ്പുഴ അല്ലെങ്കിൽ കോട്ടയം എഴുതിയിട്ടായിരിക്കും അവിടുന്ന് പാക്കറ്റ് സെൻഡ് ചെയ്യുന്നത്. പക്ഷേ അപ്പോഴും അതിൻ്റെ ഫൈനൽ അഡ്രസ്സ് ലോജിക്കൽ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാതെ നിലനിൽക്കും. ക്ലിയർ ആണോ? ഡൗട്ടുണ്ടോ? ഒന്നുകൂടെ പറയണോ? ഡൗട്ടുണ്ടോ എന്തെങ്കിലും? ഒന്നുകൂടെ പറയണോ? ഓരോ ഹോപ്പിലും, അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പം നമ്മുടെ A എന്ന് പറയുന്ന ഡിവൈസിൽ നിന്ന് ആണ് നടക്കുന്നത്. ഈ P എന്ന് പറയുന്ന ഡിവൈസിലേക്കാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഓക്കെ. അപ്പം Aയും Pയും ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഡാറ്റ പാക്കറ്റാണ് ഇവിടെ നിന്ന് പുറപ്പെട്ട് ഇവിടെ എത്തി, അത് ഇവിടെ എത്തി, വീണ്ടും ഇവിടെ എത്തി, വീണ്ടും ഇവിടെ എത്തി, വീണ്ടും ഇവിടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. എല്ലാ സ്ഥലത്തും ഇതിൻ്റെ ലോജിക്കൽ അഡ്രസ്സ്, അതായത് നെറ്റ്വർക്ക് ലെയർ ആഡ് ചെയ്ത അഡ്രസ്സ്, അതിനാണ് ലോജിക്കൽ അഡ്രസ്സ് അല്ലെങ്കിൽ IP അഡ്രസ്സ് എന്ന് പറയുന്നത്. ആ സാധനം എല്ലായിടത്തും സെയിം ആണ്, മാറുന്നില്ല. ശ്രദ്ധിച്ചോ? അത് ഒരു സ്ഥലത്തും വ്യത്യാസം വരുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതിലെ P എന്ന് പറയുന്നത് ഫൈനലി നമുക്ക് സാധനം ഡെലിവറി ചെയ്യേണ്ടതിൻ്റെ IP അഡ്രസ്സാണ്. ഈ കമ്പ്യൂട്ടറിൻ്റെ അഡ്രസ്സാണ് P. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്ത് നോക്കും? ഇവിടെ ഡാറ്റ ലിങ്ക് ലെയർ വരുമ്പോഴത്തേക്കും ഇവൻ നോക്കും P എന്ന് പറയുന്ന അഡ്രസ്സാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തിരുവനന്തപുരത്തെ ഒരു അഡ്രസ്സാണെങ്കിൽ തിരുവനന്തപുരമാണ്.
അപ്പോൾ ഇവനിപ്പോൾ എവിടെ എത്തി? ഇപ്പോൾ വൈറ്റിലെത്തിയപ്പോഴത്തേക്കും അവൻ നോക്കും, ഓക്കെ ഇവന് തിരുവനന്തപുരത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇവനെ ഇവിടെ നിന്ന് ഇപ്പോൾ എങ്ങോട്ട് വിടാൻ പറ്റും? അത് നോക്കുമ്പം ഓക്കെ കോട്ടയം റൂട്ടിൽ വണ്ടി ഉണ്ടെങ്കിൽ കോട്ടയം റൂട്ടിലേക്ക് വിടും. അപ്പോൾ കോട്ടയം എന്ന് പറയുന്ന അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ട് വിടും. അതായത് ഇത് എറണാകുളത്തു നിന്നാണ് പോരുന്നതെന്നും ഇത് കോട്ടയത്തേക്കാണ്, അതായത് വൈറ്റിലേ നിന്നാണ് പോകുന്നതെന്നും ഇത് കോട്ടയത്തേക്കാണ് പോകുന്നതെന്നുമാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോഴും ഇതിനകത്തെ അഡ്രസ്സ്, ഇവിടെ കൊടുക്കുന്ന അഡ്രസ്സ് ഉണ്ടല്ലോ, ആ അഡ്രസ്സിൽ ലോജിക്കൽ അഡ്രസ്സിൽ വ്യത്യാസം വന്നിട്ടില്ല. ക്ലിയർ ആണോ? ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് ക്ലിയർ ആണോ? മനസ്സിലായോ? ഇതാണ് ലോജിക്കൽ അഡ്രസ്സ്. ലോജിക്കൽ അഡ്രസ്സിൽ വ്യത്യാസം വരുത്തുന്നില്ല. ലോജിക്കൽ അഡ്രസ്സ് വെച്ചാണ് ഫൈനൽ സ്ഥലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ഫൈനലി എവിടെ എത്തണം. അപ്പോൾ അത് ഓരോ പല സ്ഥലത്ത് കൂടെ അത് കടന്നു പോകുന്നുണ്ടായിരിക്കും. അതാണ് റൗട്ടർ എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ കേസിൽ പറഞ്ഞാൽ ഓരോ ജംഗ്ഷൻ പോലെയാണ്. ആ ജംഗ്ഷനിൽ എത്തിയിട്ട് അടുത്തത് എങ്ങോട്ട് പോകണം എന്നാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഓരോ ജംഗ്ഷനിലെത്തുമ്പോഴും അതിലുള്ള ലോജിക്കൽ അഡ്രസ്സ് നോക്കിയിട്ട് അവൻ തീരുമാനിക്കും, ഓക്കെ ഇവന് തിരുവനന്തപുരത്തിനാണ് പോകേണ്ടത്, അപ്പോൾ ഇവനെ അടുത്ത് എങ്ങോട്ട് വിടണം. അപ്പം ഇപ്പോൾ കോട്ടയത്തേക്കാണ് എത്തിയിരിക്കുന്നതെങ്കിൽ കോട്ടയത്ത് എത്തുമ്പോൾ അവരെന്ത് നോക്കും? കോട്ടയം എന്ന് പറയുന്ന സ്ഥലത്തെ റൗട്ടർ നോക്കും, ഓക്കെ ഇവൻ്റെ അഡ്രസ്സ് തിരുവനന്തപുരമാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇവനെ ചങ്ങനാശ്ശേരിക്ക് പറഞ്ഞു വിടാമെന്നും പറഞ്ഞ് നേരെ ചങ്ങനാശ്ശേരിക്ക് പറഞ്ഞു വിടും. ചങ്ങനാശ്ശേരിയിൽ എത്തുമ്പോൾ വീണ്ടും നോക്കും, അഡ്രസ്സ് എവിടെയാണെന്ന് നോക്കും. ആ അഡ്രസ്സ്, ഫൈനൽ അഡ്രസ്സ് എന്ന് പറയുന്നത് പി ആണ്. അപ്പോൾ പിയിലേക്ക് പോകണമെങ്കിൽ എങ്ങോട്ട് വിടണമെന്ന് തീരുമാനിക്കും. അതിനനുസരിച്ച് കൊല്ലത്തേക്കോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് ഡയറക്റ്റോ അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ വിടും. അതാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? ലോജിക്കൽ അഡ്രസ്സിൽ പാക്കറ്റ് ട്രാൻസ്മിഷൻ നടക്കുന്ന സമയത്ത് ലോജിക്കൽ അഡ്രസ്സിൽ വ്യത്യാസം ഉണ്ടാവില്ല, പക്ഷേ ഫിസിക്കൽ അഡ്രസ്സിൽ വ്യത്യാസം ഉണ്ടാവും. ക്ലിയർ ആണോ? മനസ്സിലായിട്ടില്ലെങ്കിൽ പറയാം കേട്ടോ. മനസ്സിലായോ? ഹലോ. അതുപോലെ പോർട്ട് അഡ്രസ്സും ഉണ്ട്. പോർട്ട് അഡ്രസ്സിൽ ട്രാൻസ്മിഷൻ നടക്കുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പോവുകയാണ്, ഇതിൽ നിന്ന് ഏത് പോർട്ടിലേക്കാണ് പോകേണ്ടതെന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ മാറേണ്ട ആവശ്യമില്ല. കാരണം ഫൈനലി ആ കമ്പ്യൂട്ടറിൽ എത്തുമ്പോൾ ആ പോർട്ടിലേക്കാണ് അവൻ പോകേണ്ടത്. അതിലും വ്യത്യാസം വരില്ല. പക്ഷേ വ്യത്യാസം വരുന്നത് എന്താണ്? ഡാറ്റ ലിങ്ക് ലെയർ ആഡ് ചെയ്യുന്ന ഹെഡറിലാണ്. ഡാറ്റ ലിങ്ക് ലെയർ ആഡ് ചെയ്യുന്ന ഹെഡർ എന്ന് പറഞ്ഞാൽ അതിലുള്ളത് ഫിസിക്കൽ അഡ്രസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണുള്ളത്. അത് ഓരോ സ്ഥലത്തും വ്യത്യാസം വരും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഫിസിക്കൽ അഡ്രസ് ചേഞ്ചസ് ഫ്രം ഹോപ്പ് ടു ഹോപ്പ്. ഹോപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ റൗട്ടറിൽ നിന്ന് അടുത്ത റൗട്ടറിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഡിവൈസിൽ നിന്ന് അടുത്ത ഡിവൈസിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഫിസിക്കൽ അഡ്രസ്സിൽ വ്യത്യാസം വരും. ബട്ട് ലോജിക്കൽ അഡ്രസ് ആൻഡ് പോർട്ട് അഡ്രസ് യൂഷ്വലി റിമെയിൻ ദ സെയിം. ക്ലിയർ ആണോ? അടുത്തത് സ്പെസിഫിക് അഡ്രസ് എന്ന് പറയുന്ന ഒരു അഡ്രസ്സ് ഉണ്ട്. സ്പെസിഫിക് അഡ്രസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ആപ്ലിക്കേഷൻ ലെയറിൽ യൂസ് ചെയ്യുന്ന അഡ്രസ്സാണ് സ്പെസിഫിക് അഡ്രസ്. എക്സാമ്പിൾ അതിൻ്റെ അഡ്രസ്സാണ് ഇമെയിൽ അഡ്രസ്സ്, URL, നമ്മുടെ വെബ്സൈറ്റിൻ്റെ URL, facebook.com എന്നൊക്കെ പറയുന്ന URL, അതൊക്കെയാണ് സ്പെസിഫിക് അഡ്രസ്സ്. അപ്പോൾ അഡ്രസ്സ് 4 ലെവലിൽ വരും. അതാണ് ഈ പറഞ്ഞ, അതായത് ഫിസിക്കൽ അഡ്രസ്സ് ഉണ്ടാവും, ലോജിക്കൽ അഡ്രസ്സ് ഉണ്ടാവും, പോർട്ട് അഡ്രസ്സ് ഉണ്ടാവും, സ്പെസിഫിക് അഡ്രസ്സും ഉണ്ടാവും. പോർട്ട് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബ്രൗസർ ആണെങ്കിൽ ബ്രൗസറിൽ വരണം, ഓക്കെ ബ്രൗസറിൽ വന്നാൽ ഏത് അഡ്രസ്സ് കാണിക്കണം, ഏത് URL കാണിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതാണ് സ്പെസിഫിക് അഡ്രസ്സ്. അല്ലെങ്കിൽ ഇപ്പം ഇപ്പോൾ ഇമെയിൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. ഇമെയിൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലേക്കാണ് പോകേണ്ടത്. അതിൽ ഏത് ഇമെയിൽ അഡ്രസ്സിൻ്റെ ഡാറ്റയാണ് കാണിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കും. അതാണ് സ്പെസിഫിക് അഡ്രസ്സ്. അപ്പോൾ അഡ്രസ്സ് 4 ലെവൽസ് ഉണ്ട്: ഫിസിക്കൽ, ലോജിക്കൽ, പോർട്ട്, സ്പെസിഫിക്. Those address get changed to the corresponding port and logical address by sending computer. അത് നമ്മുടെ സെൻഡിങ് കമ്പ്യൂട്ടർ എവിടെ നിന്നാണോ സെൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് അത് ഏത് സ്ഥലത്തേക്ക് പോകണം, ഏത് ഫിസിക്കൽ അഡ്രസ്സിലേക്ക് പോകണം, അല്ലെങ്കിൽ ഏത് ലോജിക്കൽ അഡ്രസ്സിലേക്ക് പോകണം, ഏത് പോർട്ടിലേക്ക് പോകണം മുതലായ കാര്യങ്ങളൊക്കെ അത് തീരുമാനിക്കും. ദോസ് അഡ്രസ് ഗെറ്റ് ചേഞ്ച് ടു ദ കറസ്പോണ്ടിങ് പോർട്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇമെയിൽ അഡ്രസ്സ് ആണെങ്കിൽ അത് ഇമെയിലിൻ്റെ ആപ്ലിക്കേഷനായിട്ട്, ആപ്ലിക്കേഷൻ്റെ പോർട്ട് നമ്പറായിട്ടും, അതിന് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ലോജിക്കൽ അഡ്രസ്സായിട്ടും ചേഞ്ച് ചെയ്യും. അപ്പം നമ്മൾ ഡയറക്റ്റ്ലി ചെയ്യുന്നത് ഈ അഡ്രസ്സിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ വാട്സാപ്പിലാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇതുപോലെ യൂസ് ചെയ്യുന്ന അഡ്രസ്സായിരിക്കും അവരുടെ ഫോൺ നമ്പർ എന്ന് പറയുന്നത്. ആ ഫോൺ നമ്പർ വെച്ച് കൊടുക്കുമ്പോൾ ആ ഫോൺ നമ്പറിനെ ഒരു പോർട്ട് അഡ്രസ്സിലേക്ക് മാറ്റും, ഒരു ലോജിക്കൽ അഡ്രസ്സിലേക്ക് മാറ്റും. അതെല്ലാം ഇൻറ്റേർണലി വാട്സാപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. അടുത്ത നമ്മുടെ ടോപ്പിക്. അപ്പോൾ അഡ്രസ്സിങ് കഴിഞ്ഞു. TCP/IP പ്രോട്ടോക്കോൾ പറഞ്ഞു. 4 ലെയർ ഉണ്ടാവും. 4 ലെയറിൻ്റെ ഫംഗ്ഷൻ പഠിക്കുക.
4 ലെയറിൽ ചിലപ്പം ആദ്യത്തെ ലെയർ രണ്ടായിട്ട് പറയും, ഫിസിക്കൽ ലെയറും ഡാറ്റ ലിങ്ക് ലെയറും ആയിട്ട് പറയും. അങ്ങനെയാണെങ്കിൽ 5 ലെയർ ഉണ്ടാവും. പക്ഷേ എങ്ങനെയാണെങ്കിലും ഓരോ ലെയറിൻ്റെ ഫംഗ്ഷനാലിറ്റി പഠിച്ചു വെക്കുക. പിന്നെ ഉള്ളത് TCP/IP അഡ്രസ്സിങ് എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ്. ആ അഡ്രസ്സിങ്ങിൻ്റെ കാര്യങ്ങൾ 4 ലെവലിൽ നടക്കും. ഒന്നാമത്തേത് ഫിസിക്കൽ അഡ്രസ്സ്, രണ്ടാമത്തേത് ലോജിക്കൽ അഡ്രസ്സ്, മൂന്നാമത്തേത് പോർട്ട് അഡ്രസ്സ്, നാലാമത്തേത് സ്പെസിഫിക് അഡ്രസ്സ്. ക്ലിയർ അല്ലേ അത്രയും കാര്യങ്ങൾ? അടുത്തത് വയേർഡ് ലാൻ അല്ലെങ്കിൽ ഈതർനെറ്റ്. സാധാരണഗതിയിൽ നമ്മൾ രണ്ട് കമ്പ്യൂട്ടറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വയേർഡ് കണക്ഷനാണ് ഇത്. ഈതർനെറ്റ് എന്ന് പറയുന്ന ഈതർനെറ്റ് കേബിൾ നിങ്ങൾ ട്രിം ചെയ്തിട്ടുണ്ട്. കേബിൾ ട്രിം ചെയ്യാൻ നിങ്ങൾ കഴിഞ്ഞ സെമിസ്റ്റർ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ട്രിം ചെയ്യുന്ന ആ കണക്ടർ എന്ന് പറയുന്ന പേരാണ് ഈതർനെറ്റ് കണക്ടർ എന്ന് പറയുന്നത്. ആ ഈതർനെറ്റ് കണക്ടർ ഉപയോഗിച്ച് രണ്ട് കമ്പ്യൂട്ടറുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ടെക്നോളജി ഉണ്ട്. അതിനാണ് വയേർഡ് ലാൻ ഈതർനെറ്റ് എന്ന് പറയുന്നത്. അതിൽ എന്താണ് പറഞ്ഞു? അപ്പോൾ വയേർഡ് ലാൻ ഈതർനെറ്റ് അത് ലാൻ സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന ലാൻ ഇപ്പോൾ നമ്മുടെ കോളേജിലാണെങ്കിൽ കോളേജിലെ എല്ലാ കമ്പ്യൂട്ടറുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ ലാനിൽ നിന്ന് പുറത്ത് ഇൻ്റർനെറ്റിലേക്ക് ഒരു കണക്ഷൻ എടുത്തിട്ടുണ്ടാവും. അതായത് BSNLൻ്റെ കണക്ഷനാണ് നമുക്കുള്ളതെങ്കിൽ BSNL നിന്ന് വരുന്ന ഒരു കണക്ഷൻ പിന്നെ ഇവിടുന്ന് ഓരോ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ എല്ലാ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇത് സ്റ്റാൻഡേർഡായിട്ട് ഒരു രീതിയിൽ ചെയ്യണം. കാരണം എല്ലാവരും ലാൻ ചെയ്തേക്കുന്നത് ഒരേപോലെ ആയിരിക്കണം. ആ ലാൻ്റെ കണക്ഷൻസ് ഒരുപോലെ ആയിരിക്കണം, സ്റ്റാൻഡേർഡ് ആയിരിക്കണം. എന്നാലേ ഉള്ളൂ ട്രാൻസ്മിഷൻ നമുക്ക് നടത്താൻ പറ്റുള്ളൂ. ഓൾദോ ലാൻ ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ ഐസൊലേറ്റഡ് നെറ്റ്വർക്ക് ടു കണക്ട് കമ്പ്യൂട്ടേഴ്സ്. അതായത് നമ്മുടെ ലാബിലുള്ള കമ്പ്യൂട്ടറുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ മാത്രമായിട്ട് ഉപയോഗിക്കാം. ഇൻ ആൻ ഓർഗനൈസേഷൻ ഫോർ ദ സോൾ പർപ്പസ് ഓഫ് ഷെയറിംഗ് റിസോഴ്സ്. മോസ്റ്റ് ലാൻസ് ടുഡേ ആർ ലിങ്ക് ടു വേൾഡ് വൈഡ് വെബ്. സാധാരണഗതിയിൽ ലാൻ എന്ന് പറയുന്നത് സാധാരണ ലാൻ നമ്മുടെ കമ്പ്യൂട്ടർ ഓർഗനൈസേഷനകത്തുള്ള കമ്പ്യൂട്ടറുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. എങ്കിൽ പോലും സാധാരണഗതിയിൽ ലാനുകളെല്ലാം എന്തിലേക്ക് കണക്റ്റഡ് ആയിരിക്കും? വേറെ ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്കിലേക്ക് അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലേക്ക് കണക്റ്റഡ് ആയിരിക്കും. ലാൻ മാർക്കറ്റ് ഹാസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലാനിന് പല പല സ്റ്റാൻഡേർഡുകളുണ്ടാവും. അതിലേതെങ്കിലും സ്റ്റാൻഡേർഡ് ഇത് പാലിച്ചിരിക്കണം. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് ടെക്നോളജീസ് ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് ഈതർനെറ്റ് എന്ന് പറയുന്ന ടെക്നോളജി. ഈതർനെറ്റ് എന്ന് പറയുന്നൊരു ടെക്നോളജി ഉണ്ട്. അല്ലെങ്കിൽ ടോക്കൺ റിംഗ്, ടോക്കൺ ബസ്, FDDI, ATM ലാൻ എന്നൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ പേര് മാത്രം ഓർത്തിരുന്നാൽ മതി. ടോക്കൺ റിംഗ് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ബേസിക് ഡീറ്റെയിൽസ് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാനുണ്ടെന്ന് തോന്നുന്നു. ബാക്കിയുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പഠിക്കാനില്ല. അതിൻ്റെ പേര് മാത്രം ഓർത്തിരുന്ന് വെക്കുക. ഈതർനെറ്റ് പോലെ ലാനുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജിയാണ് ടോക്കൺ റിംഗ്, ടോക്കൺ ബസ്, FDDI, ATM ലാൻ ഒക്കെ ഉണ്ട്. സം ഓഫ് ദീസ് ടെക്നോളജീസ് സർവൈഡ്. അതായത് ഇതിൽ ഇത്രയും ടെക്നോളജികളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ എല്ലാ ടെക്നോളജിയും യൂസ് ചെയ്തില്ല. ഈതർനെറ്റാണ് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഏറ്റവും ഡോമിനൻ്റ് ആയിട്ടും ഏറ്റവും കോമൺ ആയിട്ടും യൂസ് ചെയ്യുന്ന ലാൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് ഈതർനെറ്റാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈതർനെറ്റ് പഠിച്ചത്. ബാക്കിയൊന്നും നിങ്ങൾ ട്രിമ്മിങ് പഠിച്ചപ്പോൾ ഈതർനെറ്റിൻ്റെ ട്രിമ്മിങ് അല്ലേ പഠിച്ചത്, അല്ലാതെ ടോക്കൺ റിംഗും ടോക്കൺ ബസ്സും ഒന്നും പഠിച്ചിട്ടില്ല. കാരണം ഈതർനെറ്റാണ് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഈതർനെറ്റിന് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റാൻഡേർഡുകളുണ്ട്. അതിൻ്റെ പേരാണ് IEEE, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ്. IEEEയുടെ ഫുൾ ഫോമാണ് IEEE എന്ന് പറയുന്ന ഫുൾ ഫോം, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ്. അപ്പോൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് എന്തിനാണ് പഠിക്കുന്നതെന്ന് സ്വാഭാവികമായും ഡൗട്ട് തോന്നാം. പക്ഷേ നമ്മൾ ഇതിൻ്റെ കണക്ഷനുകൾ, അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഫിസിക്കൽ ലെയറിൽ വരുന്ന കാര്യങ്ങൾ അധികവും ചെയ്യുന്നത് ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സാണ് ചെയ്യുന്നത്. അപ്പം നമ്മളും ആ ടെക്നോളജി അറിഞ്ഞിരിക്കണം. അപ്പോൾ അവരാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇത് പേര് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് ഉണ്ടെങ്കിലും കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ചുകളും ഒക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ട് കേട്ടോ. IEEEയുടെ ഫുൾ ഫോം ഒന്ന് എഴുതി വെച്ചോളുക. ഓർക്കാത്തവർ PSCക്കൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. പറഞ്ഞോ. IEEE സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നതല്ലേ ആരും കാണുന്നത്? ഏത് ഓക്കെ, ഞാൻ ഇതിൽ മാറ്റുമ്പോഴേ കാണാൻ പറ്റുന്നുള്ളൂ. ഇപ്പം ഏതാ കാണുന്നത്? ഓക്കെ. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് 1985-ലാണ്. കമ്പ്യൂട്ടർ സൊസൈറ്റി ഓഫ് IEEE സ്റ്റാർട്ടഡ് എ പ്രൊജക്റ്റ് കോൾഡ് പ്രൊജക്ട് 802 എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. 802 ടു സെൻഡ് സ്റ്റാൻഡേർഡ്സ് ടു എനേബിൾ ഇൻ്റർ കമ്മ്യൂണിക്കേഷൻ എമംഗ് എക്യുപ്മെൻറ്റ്സ് ഫ്രം എ വെറൈറ്റി ഓഫ് മാനുഫാക്ചേഴ്സ്. അതായത് കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒത്തിരി കമ്പനികളുണ്ടാവും. IBM ഉണ്ടാവും, സാംസങ് ഉണ്ടാവും, സോണി ഉണ്ടാവും, എല്ലാ കമ്പ്യൂട്ടറുകളും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കമ്പ്യൂട്ടറുകളെ എല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യണമെങ്കിൽ എല്ലാവരും സ്റ്റാൻഡേർഡായിട്ട്
ഒരേ രീതി ഫോളോ ചെയ്യണം എന്നുള്ളൊരു ഇതിൽ നിന്ന് IEEE എന്ന് പറയുന്ന ഒരു സൊസൈറ്റി, കമ്പ്യൂട്ടർ സൊസൈറ്റിയാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയേഴ്സ് എന്നാണ് അതിൻ്റെ പേര്. അതിനകത്ത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന ആ അസോസിയേഷനിലെ ഒരു കമ്പ്യൂട്ടർ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സൊസൈറ്റി ഒരു സ്റ്റാൻഡേർഡ് പ്രൊജക്റ്റ് 802 എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ്, അതിനൊരു നമ്പർ ഇട്ടെന്നേ ഉള്ളൂ, ആ 802 എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അവർ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ LAN പ്രോട്ടോക്കോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നാണ് അവർ പറഞ്ഞത്. പ്രൊജക്ട് 802 ഈസ് എ വേ ഓഫ് സ്പെസിഫൈങ് ഫങ്ഷൻസ് ഓഫ് ഫിസിക്കൽ ലെയർ ആൻഡ് ഡാറ്റ ലിങ്ക് ലെയർ. അതാണ് ഞാൻ പറഞ്ഞത്, ഫിസിക്കൽ ലെയറും ഡാറ്റ ലിങ്ക് ലെയറിലുമാണ് ആക്ച്വലി ട്രാൻസ്മിഷൻ, ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ നടത്തുന്നത്. അതുകൊണ്ട് അവർ ആ ലെയറിൽ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് ഉള്ള കാര്യങ്ങളാണ് LAN പ്രോട്ടോക്കോളിൽ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് അവർ ഡിഫൈൻ ചെയ്തു. IEEE ഹാസ് സബ് ഡിവൈഡഡ് ഡാറ്റ ലിങ്ക് ലെയറിനെ വീണ്ടും ഇവർ രണ്ടായിട്ട് സബ് ഡിവൈഡ് ചെയ്തു. ഒന്ന് ലോജിക്കൽ ലിങ്ക് കൺട്രോൾ എന്ന് പറയുന്ന ഒരെണ്ണമായിട്ടും മീഡിയം ആക്സസ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ലെയറായിട്ടും ഡിവൈഡ് ചെയ്തു. IEEE has also created several physical layer standards for different LAN protocols. ഫിസിക്കൽ ലെയർ സ്റ്റാൻഡേർഡ്സ്, അതായത് ഇപ്പം വയർ ഉപയോഗിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്നതെങ്കിൽ വയറിൽ എത്ര നേരം ട്രാൻസ്മിറ്റ് ചെയ്യണം, എത്ര വോൾട്ട് ട്രാൻസ്മിറ്റ് ചെയ്യണം മുതലായ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ഇനി വയർലെസ് ആയിട്ടാണെങ്കിൽ എത്ര ഫ്രീക്വൻസിയിലാണ് അവർ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്, ഏത് വേവ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫിസിക്കൽ ലെയറിന് വേണ്ടി കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഒത്തിരി ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട ആവശ്യം നമുക്കില്ല. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടത് IEEE ഡാറ്റ ലിങ്ക് ലെയറിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ്. ഡാറ്റ ലിങ്ക് ലെയറിനെ ഇവർ ഫർദറായിട്ട് പിന്നെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ IEEE ഡിവൈഡ് ചെയ്തേക്കുന്ന ഡാറ്റ ലിങ്ക് ലെയറിനെ ഡിവൈഡ് ചെയ്തേക്കുന്ന 2 ലെയറുകളുടെ പേരാണ് ലോജിക്കൽ ലിങ്ക് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ലെയറും മീഡിയം ആക്സസ് കൺട്രോൾ MAC എന്ന് പറയുന്ന ഒരു ലെയറും. MAC എന്ന് പറയുന്ന ലെയറിലാണ് MAC അഡ്രസ്സ് വരുന്നത്, ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്ന സാധനം വരുന്നത് MAC ലെയറിലാണ്. ഇത്രയും ക്ലിയർ ആണോ?